നമസ്കാരം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കിഫ്ബി എന്ന വികസന രഥത്തിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തുടക്കമിട്ട് കഴിഞ്ഞു കേരളം. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ കിഫ്ബി വഴി വൻ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയും കുട്ടനാടുമാണ്. ഇതിൽ ആദ്യം നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിലേക്കാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ വികസന കാഴ്ചകളിലേക്ക്. ആലപ്പുഴ ജില്ലയുടെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴ താലൂക്കിലെ ആലപ്പുഴ നഗരസഭയുടെ 20 മുതൽ 44 വരെ വാർഡുകളും അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, പുന്നപ്ര നോർത്ത്, പുന്നപ്ര സൗത്ത്, പുറക്കാട് പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് മണ്ഡലം. ഇപ്പോഴത്തെ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജെ സുധാകരനാണ് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. തീരദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 9 വർഷങ്ങൾക്കുള്ളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എങ്കിലും കിഫ്ബിയുടെ പിന്തുണ കൂടിയാവുമ്പോൾ മണ്ഡലത്തിന്റെ മുഖഛായ തന്നെ മാറുകയാണ്. 14 പദ്ധതികൾക്കായി 360.09 കോടിയുടെ പദ്ധതികളാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ പൂർത്തിയായത്. സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ പദ്ധതിയായ അമ്പലപ്പുഴ തിരുവല്ല റോഡ് ഇതിനകം യാഥാർത്ഥ്യമായതായി അമ്പലപ്പുഴയുടെ സ്വന്തം ജനനായകനും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ജി സുധാകരൻ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അടിസ്ഥാന വികസനത്തിന് പിണറായി ഗവൺമെൻറ് ഏർപ്പെടുത്തിയ കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ PWDക്ക് കിട്ടിയ 25,000 കോടി രൂപയുടെ ഭാഗമായി എൻ്റെ മണ്ഡലത്തിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഏകദേശം ഒരു 3,000 കോടി രൂപയുടെ പദ്ധതി കിട്ടിയിട്ടുണ്ട്. അത് ആ മണ്ഡലത്തിൻ്റെ മാത്രമല്ല, മൊത്തത്തിൽ ആലപ്പുഴ ജില്ലയുടെയും കേരള വികസനത്തിൻ്റെ ഭാഗമായി വരുന്നു. ഉദാഹരണം അമ്പലപ്പുഴ തിരുവല്ല റോഡ്. അത് അമ്പലപ്പുഴ മണ്ഡലമുണ്ട്, കുട്ടനാടാണ് മെജോറിറ്റി വരുന്നത്. എനിക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ, പേരങ്ങനെ ഉണ്ടെങ്കിലും. നാഷണൽ ഹൈവേയുടെ അമ്പലപ്പുഴ ഭാഗം തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 14 കിലോമീറ്റർ കുട്ടനാടാണ്, ലാസ്റ്റ് 9 കിലോമീറ്റർ തിരുവല്ലയാണ്. അപ്പോൾ 2 ജില്ലയിൽ കൂടി കടന്നു പോകുന്നതാണ്, 3 അസംബ്ലി മണ്ഡലമാണ്. ആദ്യത്തെ കേരളത്തിലെ പൂർത്തിയാക്കിയ കിഫ്ബി പദ്ധതിയാണ് ഈ അമ്പലപ്പുഴ തിരുവല്ല റോഡ് ഫസ്റ്റ്. അതൊരു ഇൻ്റർനാഷണൽ ലെവലിലാണ് റോഡ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വളരെ അമേസിംഗ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുശക്തമായ റോഡ് സംവിധാനമാണ് അവിടെ ഉണ്ടാക്കിയത്. പിന്നെ ചേർത്തല തണ്ണീർമുക്കം റോഡ് കിബിയിൽ പണിഞ്ഞ് പൂർത്തിയായി. അങ്ങനെ കുറേ റോഡുകൾ പണിഞ്ഞ് പൂർത്തിയായി. സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ പൂർണ്ണമായി പൂർത്തിയായത് അമ്പലപ്പുഴ തിരുവല്ല റോഡാണ്. ഒരെണ്ണം പൂർത്തിയായി, കിബിയിൽ പൂർത്തിയായതാണ്. ഇപ്പോൾ അവിടെ തന്നെ ശവക്കോട്ട പാലം പുതുക്കി പണിയുന്നുണ്ട്, 20 കോടി. ജില്ലാ കോടതി പാലം പുതുക്കി പണിയുന്നു ഈ കിബിയിൽ, അത് 20 കോടി. പിന്നെ വലിയൊരു പദ്ധതി ആവിഷ്കരിച്ചു, പക്ഷേ അതിൻ്റെ പഠനം നടക്കുന്നേ ഉള്ളൂ. 1000 കോടി വരുന്ന ഒരു പദ്ധതി എൻ്റെ മണ്ഡലമായ പള്ളാത്തുരുത്തിയിൽ നിന്നും, അതായത് AC റോഡിൽ ആലപ്പുഴയുടെ അതിർത്തിയായ കള്ളകോണം അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ കുട്ടനാട് തുടങ്ങാണ്. അവിടെ പള്ളാത്തുരുത്തിൽ ഒരു വാർഡുണ്ട് ഈ കള്ളറോഡിനോട് ചേർന്ന്. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു ഹൈവേ ആണ്, അത് പാതിരാപ്പള്ളി പോയി ചെയ്യും. പള്ളാത്തുരുത്തി ഹൈവേ പാതിരാപ്പള്ളി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 6-7 കിലോമീറ്റർ എൻ്റെ മണ്ഡലത്തിൽ കൂടി, അതായത് പള്ളാത്തുരുത്തി മുതൽ നെഹ്റു ട്രോഫി വരെയുള്ളത് എൻ്റെ മണ്ഡലം. ആ നെഹ്റു ട്രോഫിയുടെ മേളിൽ കൂടെ ഇത് പോകുന്നത്. കൂടുതലും വാട്ടർ വേസാണ്. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കരയിൽ കൂടെ പോകും. അതിന് 1000 കോടിയാണ് അതിന് വന്നത്. പക്ഷേ അതിന് പഠനം നടക്കുന്നേ ഉള്ളൂ. പള്ളാത്തുരുത്തി മുനിസിപ്പൽ വാർഡിൽ നിന്ന് ഈ പമ്പയാറ് കഴിഞ്ഞ് അപ്പുറത്ത് കൈനഗരി പഞ്ചായത്തിലേക്ക് പോകുന്ന ഒരു പാലം 50 കോടിയുടെ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളും നീങ്ങുകയാണ്. പിന്നെ എൻ്റെ മണ്ഡലത്തിൽ തന്നെ നാലുചിറ എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് പുറക്കാട് പഞ്ചായത്തിൽ, തോട്ടപ്പള്ളി സ്പിൽവേക്ക് വടക്ക് കിഴക്ക് ഭാഗത്താണ്. അവിടെ ഒരു പാലം മെയിൻ ലാൻഡുമായിട്ട്, അതിന് 50 കോടി കൊടുത്ത് പാലം നിർമ്മാണം തുടങ്ങി. പിന്നെ അമ്പലപ്പുഴയുടെ ബോർഡറിൽ തന്നെയാണ് പടഹാരം പാലം, 60 കോടി, അതിന് നിർമ്മാണം തുടങ്ങി. പിന്നെ തീരദേശ റോഡിലാണ് 6,500 കോടി വെച്ചിരിക്കുന്നത്. തീരദേശ ഹൈവേ കാസർഗോഡ് ടു കളിയിക്കാവിളയുടെ കടൽ ഭാഗത്ത്. അപ്പം ഏറ്റവും കൂടുതൽ തീരപ്രദേശം 25 കിലോമീറ്ററുണ്ട് എൻ്റെ മണ്ഡലത്തിൽ. കേരളത്തിൽ തന്നെ
ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ഏരിയ ഉള്ള മണ്ഡലമാണ് അമ്പലപ്പുഴ. 25 കിലോമീറ്റർ. ആലപ്പുഴ നഗരത്തിലെ പാർക്ക് മുതൽ ഇനി തോട്ടപ്പള്ളി വരെ വരും. ഇത് 6500 കോടി, അതായത് 10 കോടി വരും ഒരു കിലോമീറ്ററിന്. 250 കോടി. അതാണ് വലിയൊരു മഹത്തായ പദ്ധതി. അത് കിബി പ്രോജക്റ്റിലാണ്. തീരദേശ ഹൈവേയും ദേശീയപാതയും കൂടി 500 കോടിയുടെ പ്രോജക്റ്റ് വരും. എല്ലാം കൂടി ഒരു 2000 crores പ്രോജക്റ്റ് എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അത് ബെനിഫിഷ്യറി എൻ്റെ മണ്ഡലം മാത്രമല്ല, കുട്ടനാട് ബെനിഫിഷ്യറിയാണ്, തിരുവല്ലയാണ്, ചങ്ങനാശ്ശേരിയാണ്, AC റോഡ്. പിന്നെ വരുന്നത് ആലപ്പുഴ പടരവാട് ഐസക്കൻ്റെ, അതാണ് പള്ളാത്തുരുത്തി പാതിരാപ്പള്ളി ഹൈവേ. ഇതാണ്. പിന്നെ കുറച്ച് ഹരിപ്പാട് ബെനിഫിഷ്യറി ആയിട്ട് വരും, കുറച്ച് സ്ഥലം. പിന്നെ അതിൻ്റെ മേജർ ഇതാണ്. അപ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ നമുക്കിത് ബഡ്ജറ്റിൽ നിന്ന് കിട്ടത്തില്ല. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഇനിയും പിന്നെ കേടുപാട് പറ്റിയ ഒറ്റ PW റോഡുമില്ല, ഒരിടത്തുമില്ല. മിക്ക മണ്ഡലത്തിനും സ്ഥിതി അതാണ്. PW റോഡൊന്നും കേടുപാട് പറ്റിയതില്ല. പിന്നെ എത്ര പാലങ്ങളാണ് നിർമ്മിക്കുന്നത് കിംബി ഫണ്ട് കൊണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഇടത്താവളമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴയിലെത്തുന്ന ശബരിമല തീർത്ഥാടകർക്ക് പൊടിയാടി വഴി തിരുവല്ലയിലെത്തി ശബരിമലയിലേക്ക് പോകാൻ എളുപ്പമാർഗമാണ് ഈ പാത. നല്ല നിലയിൽ വീതി കൂട്ടി അപകട സാധ്യത ഏറെ കുറയ്ക്കും വിധമാണ് റോഡ് പൂർത്തിയാക്കിയത്. പഴയ മെഡിക്കൽ കോളേജ് ആശുപത്രി പൂർണ്ണമായും വണ്ടാനത്തേക്ക് മാറിയതോടെ രൂപമാറ്റം വന്ന് ജനറൽ ആശുപത്രിയായ ആതുരാലയത്തിന് വലിയ കൈത്താങ്ങാണ് കിഫ്ബി നൽകിയിട്ടുള്ളത്. പുതിയ കെട്ടിടമടക്കമുള്ള സൗകര്യങ്ങൾക്കായി 100 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ആലപ്പുഴ നഗരമധ്യത്തിൽ ഏറ്റവും അധികം തിരക്കനുഭവപ്പെടുന്ന ഭാഗമാണ് ജില്ലാ കോടതി പാലം. തീരെ വീതിയില്ലാത്ത പാലത്തിന് ഇരുവശങ്ങളിലായി പ്രധാനപ്പെട്ട 6 റോഡുകളാണ് സംഗമിക്കുന്നത്. മിക്കപ്പോഴും ഗതാഗത കുരുക്കിൽ നട്ടം തിരിയുകയാണ് വാഹനയാത്രക്കാർ. വിദൂര ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് കൂടി പരിഗണിച്ച് 98 കോടി മുതൽ മുടക്കി വിശാലമായ തരത്തിലുള്ള പാലമാണ് രൂപകൽപ്പന ചെയ്യുന്നത്. 5 കോടി ചിലവഴിക്കുന്ന അമ്പലപ്പുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന് 50 കോടി രൂപ. നാലുചിറ HSS കെട്ടിടം 3 കോടി, കാക്കാഴം HS 3 കോടി, പറവൂർ HSS 2 കോടി, SDVUPS നീർക്കുന്നം 2 കോടി, കളർക്കോട് UPS 2 കോടി, തിരുവമ്പാടി LPS 1 കോടി തുടങ്ങിയ വിദ്യാലയങ്ങളിലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങൾ തുടങ്ങുകയാണ്. അമ്പലപ്പുഴ പുലിമുട്ട് 53.359 കോടി, കൈതവന പഴയ നടക്കാവ് അമ്പലപ്പുഴ വടക്കേനട റോഡ് 20.20 കോടി എന്നിവയാണ് മറ്റ് പ്രധാന പദ്ധതികൾ. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗുണഭോക്താക്കളായ പ്രദേശവാസികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ദേശീയപാതയിൽ കുഴിയിൽ വീണ് ഒരു മനുഷ്യനും മരണപ്പെട്ടിട്ടില്ല. അതാണ് ദേശീയപാതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നാട്ടിൻ്റെ ഏത് ഉൾഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കില്ല. എല്ലാം അദ്ദേഹം BMBC നിലവാരത്തിലേക്ക്, അതായത് ദേശീയപാത ചെയ്യുന്ന അതേ നിലവാരത്തിലാണ് ഗ്രാമീണ റോഡുകൾ വരെ ചെയ്തിരിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന ഏത് കെട്ടിടമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അത് G. സുധാകരൻ്റെ കയ്യൊപ്പോടുകൂടി നിർമ്മിക്കപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്കൂൾ എടുക്കുക, ഓരോ സ്കൂൾ എടുത്തോ. ഇപ്പോൾ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് മുഹമ്മദൻ സ്കൂൾ, അതുപോലെ ഗവൺമെൻറ് ഗേൾസ് HS സ്കൂള്, അതിങ്ങോട്ട് വന്ന പുന്നപ്രയിലെ പറവൂർ ഗവൺമെൻറ് സ്കൂള്, അമ്പലപ്പുഴയിലെ മോഡൽ HS, അല്ലെ കുഞ്ചുവിള സ്കൂള്, നാലുചിറ സ്കൂൾ, എല്ലാ സ്കൂളിനും പണം അനുവദിച്ചു കഴിഞ്ഞു. അത് 5 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്, 4 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്, 3 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്, 1 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ട്. അതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച നിരവധി കെട്ടിടങ്ങളുമുണ്ട്, നിരവധി സ്കൂൾ കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയോട് അദ്ദേഹത്തിന് എപ്പോഴും സ്നേഹമായിരുന്നു. അത് മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. കേരളത്തിലെ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിട്ടുള്ള G. സുധാകരൻ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിലും ആലപ്പുഴ ജില്ലയിലും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ ആരും ചെയ്തു തീർക്കാത്തിട്ടുള്ള കാര്യങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ പാലങ്ങളും പുതുക്കി പണിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും പുതിയ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ചിരകാലാഭിലാഷമായിരുന്നു ആലപ്പുഴ ബൈപ്പാസ്.
അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മറ്റ് ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ റോഡുകളുടെയും പണിയായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ എടുത്തു പറയേണ്ട ഒന്ന് അമ്പലപ്പുഴ തിരുവല്ല റോഡാണ്. അമ്പലപ്പുഴ തിരുവല്ല റോഡിൻ്റെ ഇതിന് മുന്നിലുള്ള അവസ്ഥ നമുക്കറിയാം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യം നിർമ്മിച്ച റോഡ് അമ്പലപ്പുഴ തിരുവല്ല റോഡ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിമനോഹരമായി, വളരെ ശാസ്ത്രീയമായി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള റോഡാണ് അമ്പലപ്പുഴ തിരുവല്ല റോഡ്. ഈ പാലം വരുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഒരു 7ഓളം പാടശേഖരങ്ങൾ, നാലിറ വടക്ക് പടിഞ്ഞാറ് പാടശേഖരം, നാലിറ പാടശേഖരം, ഇപ്പോൾ നിൽക്കുന്നത് ഒരു പാടശേഖരമാണ് നാലിറ തെക്കെന്ന് പറയുന്ന ഒരു പാടശേഖരം, കൃഷിത്തോട്ടം എന്ന് പറയുന്ന പാടശേഖരം, ഇല്ലിച്ചിറ തെക്കെന്ന് പറയുന്ന പാടശേഖരം, കൊച്ചുപുത്തങ്കരി എന്ന് പറയുന്ന പാടശേഖരം, പുറക്കാട് പഞ്ചായത്ത് കഴിഞ്ഞാൽ തകഴി പഞ്ചായത്തിലേക്കും കരുവാറ്റ പഞ്ചായത്തിലേക്കും അടക്കം ഈ പാലം ചെയ്യുന്നതിൻ്റെ ഗുണം ലഭിക്കുകയാണ്. അങ്ങനെ 8-9 പാടശേഖരങ്ങൾക്ക് അതിലെ കർഷകർക്ക് ഗുണം ചെയ്യുന്ന വലിയൊരു പദ്ധതിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഞങ്ങളുടെ MLA കൂടിയായിട്ടുള്ള ജി സുധാകരൻ സാറിൻ്റെ പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് ഈ നാട്ടിലെ ജനങ്ങൾ കുറേ കാലമായി, അതായത് തലമുറകളായി ആഗ്രഹിക്കുന്നതാണ് നാലിറ പാലം എന്നുള്ളത്. അങ്ങനെ തലമുറകളായിട്ടുള്ള ഒരാഗ്രഹം സഫലീകരിച്ച് തന്നത് ഞങ്ങളുടെ MLAയും മന്ത്രിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ജി സുധാകരൻ സാറാണ്. സാറിനോട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ പറഞ്ഞ തലമുറകൾ കടപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ കിഫ്ബി പദ്ധതിയാണ് നിർമ്മാണം പൂർത്തിയായ അമ്പലപ്പുഴ തിരുവല്ല റോഡ്. ദേശീയപാതയെയും MC റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പദ്ധതി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിനും ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുമാണ് മണ്ഡലത്തിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുള്ളത്. അമ്പലപ്പുഴ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ അമ്പലപ്പുഴ തീരമേഖലയിൽ പതിവായി ഉണ്ടാകുന്ന കടലാക്രമണ ഭീഷണിക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. 100 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ ഹൈവേയും അടുത്തതായി കിഫ്ബി പദ്ധതിയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ജി സുധാകരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ വികസന കാഴ്ചകളിൽ നിന്നും ഇനി നേരെ പോകുന്നത് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് നിയോജക മണ്ഡലത്തിലേക്കാണ്. കുട്ടനാട് നിയോജക മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കുട്ടനാട് താലൂക്കിലെ ചമ്പക്കുളം, എടത്വ, കൈനകരി, കാവാലം, മുട്ടാർ, നെടുമുടി, നീലംപേരൂർ, പുളിങ്കുന്ന്, രാമങ്കരി, തകഴി, തലവടി, വെളിയനാട് പഞ്ചായത്തുകളും കാർത്തികപ്പള്ളി താലൂക്കിലെ വീയപുരം പഞ്ചായത്തും ഉൾപ്പെട്ടതാണ് കുട്ടനാട് മണ്ഡലം. കേരളത്തിന്റെ പ്രധാനപ്പെട്ട നെല്ലറകളിൽ ഒന്നാണ് കുട്ടനാട്. നെൽകൃഷിയും കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ കൃഷിയല്ലാതെ മറ്റെന്തെങ്കിലും മേഖലകളെക്കുറിച്ച് പറയാനില്ല. ഉൾനാടൻ മത്സ്യസമ്പത്തും കായൽ ടൂറിസവുമാണ് എടുത്തു പറയാവുന്ന മറ്റ് 2 വരുമാന മാർഗങ്ങൾ. വർഷത്തിൽ നല്ലൊരു പങ്കം വെള്ളക്കെട്ടിലാണ് ജനങ്ങളുടെ ജീവിതം. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലേലകളും കായൽ നിലങ്ങളും മാത്രമുള്ളതിനാൽ സംസ്ഥാന നിലവാരത്തിലുള്ള റോഡുകളോ വലിയ വ്യവസായശാലകളോ ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമല്ല. ഇപ്പോഴും നല്ലൊരു ശതമാനം ജനങ്ങളുടെ യാത്രാ ഉപാധി ബോട്ടുകളും ചെറുവള്ളങ്ങളുമാണ്. ചുരുങ്ങിയ കാലം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന അന്തരിച്ച തോമസ് ചാണ്ടിയായിരുന്നു ഇവിടുത്തെ ജനപ്രതിനിധി. പ്രാദേശികമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും കുട്ടനാടിന്റെ എല്ലാ ഭാഗത്തും കുടിവെള്ളം എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഇതിനായി അദ്ദേഹം തുടങ്ങിയ നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോജക്ടിന്റെ 2ാം ഘട്ടം തുടങ്ങും മുൻപാണ് 2019 ഡിസംബറിൽ ചാണ്ടിയുടെ അപ്രതീക്ഷിത വിയോഗം. കുട്ടനാടിന്റെ സ്ഥിതി മെച്ചമാക്കാൻ 530.37 കോടിയുടെ നിർമ്മാണമാണ് കിഫ്ബി വഴി കുട്ടനാട് മണ്ഡലത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൈത്താങ്ങൽ കൊടുക്കുന്നതിനൊപ്പം എല്ലാ പഞ്ചായത്തുകളിലും പോയി നേരിട്ട് കാര്യങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ട ഉപദേശവും അതുപോലെ വേണ്ട സഹായങ്ങളും MLA ഫണ്ടായാലും ആസ്തി വികസനത്തിലായാലും അതുപോലെ മറ്റ് രീതികളിലായാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഈ 13 പഞ്ചായത്തിലേക്കൂടെ കുടിവെള്ള പ്രശ്നവുമായിട്ട് അത് 220 കോടിയിൽ നിന്ന് തുടങ്ങി 291 കോടി രൂപ വരെ ആക്കി തരുവാനായിട്ട് സാധിച്ചത് ആദരണീയനായി ഞങ്ങളുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് സാറിൻ്റെ സഹായവും അതുപോലെ ഞങ്ങളുടെ മന്ത്രിയായ ജി സുധാകരൻ അവറുകളുടെ സഹായവും അതുപോലെ ആ ഓഫീസുമായിട്ടുള്ള ബന്ധവും ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിച്ചു. അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിലേറ്റുപുറം പ്ലാന്റ് അതാണ് മെയിനായിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ശരിക്കും 13 MLD
MLD എന്ന് പറയുന്നത് മില്യൺ ലിറ്റർ പെർ ഡേ എന്നുള്ളതാണ് MLDയുടെ അർത്ഥം. 13 MLD ഉള്ളൂ. അത് 40 MLD ആയിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളുടെ സ്റ്റെപ്പ്. അതിനുശേഷം 13 പഞ്ചായത്തുകളിലും ഓവർ ഹെഡ് ടാങ്ക് വേണം. അപ്പോൾ അതിൻ്റെ സ്ഥലം അവർ അക്വയർ ചെയ്തേ ഒക്കത്തുള്ളൂ. അത് ഗവൺമെൻറ് ജിയോ ഇറക്കണമെന്ന് പറഞ്ഞു, ഗവൺമെൻറ് ഓർഡർ ഇറക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. പല പഞ്ചായത്തുകളും അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സ്ഥലം ഏറ്റെടുക്കുകയും, പ്രത്യേകിച്ച് കാവാലവും കൈനകരിയും എടത്തുവായും എല്ലാ പഞ്ചായത്തുകളും 13 പഞ്ചായത്തും അതിനകത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിനെ 3 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നീലേറ്റുപുറത്തു നിന്ന് എടത്തുവായിൽ നിന്ന് വിയപുരവും ആ ലൈനിലുള്ള ഒന്നുണ്ട്, തലപടി ആ സെക്ഷനിലെ ഒരു സോണായിട്ടും, രണ്ടാമത്തെ സോണെന്ന് പറയുന്നത് ശരിക്കും മുട്ടാറ്, വെളിയനാട്, നീലമ്പേരൂർ. മൂന്നാമത്തേതെന്ന് പറയുന്നത് ശരിക്കും രാമങ്കരി, പുളുങ്ങുന്ന, ചമ്പക്കുളം, എടത്തുവ, നെടുമുടി, കൈനകരി ഏരിയയെ ബന്ധിപ്പിച്ചുകൊണ്ട് അടുത്ത സോണുണ്ട്. ഇങ്ങനെ 3. അതിനകത്തുനിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് ശരിക്കും തകഴി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കരുമാടി എന്നുള്ള വെള്ളം അത് തകഴി നേരിട്ട് ലഭിക്കുന്നതും തകഴിയിൽ സ്വന്തമായിട്ട് അവർക്ക് കുടിവെള്ള പദ്ധതിക്കുള്ള രീതികൾ, കുഴൽക്കിണറും അതുപോലുള്ള കാര്യങ്ങളും ഉള്ളതുകൊണ്ടും ആവശ്യത്തിനുള്ള വെള്ളം അവർക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടനാട്ടിലെ നിവാസികൾക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് പ്രതിജ്ഞാബദ്ധമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതിൻ്റെ സ്റ്റെപ്പുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൈനകരിയിലെ വെള്ളാമത്ര തേവർകാട് റോഡെന്ന് പറഞ്ഞ റോഡ് 30 വർഷം പഴക്കമുള്ള റോഡാണ്. ഈ വർക്കുകളെല്ലാം കിബിയിൽ ഉൾപ്പെടുത്തിയ വർക്ക്, കുട്ടനാട് പാക്കേജ് വർക്ക്, കുട്ടനാടിൻ്റെ മുഖച്ഛായ മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 50 കോടി നെടുമുടി റോഡിന് അനുവദിച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് നേരെ നടന്ന് ശരിക്കും കോലത്ത് ജെട്ടി വരെ പോകുന്ന ഒരു പ്രസ്ഥാനം വൈശിംഭാഗത്തൂടെ കവർ ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 കോടി രൂപ മങ്കമ്പ് AC റോഡിന് അനുവദിച്ചിട്ടുണ്ട്. 3.3 കോടി മുട്ടാർ സെൻട്രൽ റോഡിന് അനുവദിച്ചിട്ടുണ്ട്. കുട്ടനാടിലെ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണം. 4 ചുറ്റും വെള്ളക്കെട്ടാണെങ്കിലും കുടിവെള്ളം വേണ്ടത്ര കിട്ടാനില്ല എന്നതാണ് കുട്ടനാടൻ ജനങ്ങൾ നേരിടുന്ന വലിയ ദുര്യോഗം. ജലാശയങ്ങളിലെ വെള്ളം കുടിക്കാനോ വീട്ടാവശ്യങ്ങൾക്കോ ഉപയോഗിക്കാനാവില്ല. അതുകൊണ്ടാവണം കുടിവെള്ള പദ്ധതിക്കാണ് കുട്ടനാട്ടിൽ കിഫ്ബി മുന്തിയ പരിഗണന നൽകിയത്. 291 കോടിയാണ് കുടിവെള്ള പദ്ധതിക്ക് നീക്കിവച്ചിട്ടുള്ളത്. കാവാലം കുന്നുമ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് പമ്പയാറിന് കുറുകെയാണ് തട്ടാശ്ശേരി പാലം നിർമ്മിക്കുന്നത്. ചെലവ് 50 കോടി. നിലവിൽ ജങ്കാർ സർവീസാണ് ഇരുഭാഗത്തേക്കും പോകാൻ ജനങ്ങൾക്ക് ആശ്രയം. രാത്രിയിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ജങ്കാർ സർവീസ് അവസാനിപ്പിക്കും. പിന്നീട് ഇരുഭാഗത്തേക്കും പോകാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വത പരിഹാരമാണ് പുതിയ പാലം. തകഴിയിൽ നിന്ന് തട്ടാശ്ശേരി ഭാഗത്തേക്ക് വേഗത്തിൽ എത്താൻ സഹായിക്കുന്നതാണ് അച്ചൻകോവിൽ ആറിന് കുറുകെ 55.78 കോടിക്ക് തീർക്കുന്ന പടഹാരം പാലം. ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള അകലം ഏറെ കുറയ്ക്കാനും കാർഷിക വൃത്തി അടക്കമുള്ള ആവശ്യങ്ങൾക്കും വലിയ പ്രയോജനം നൽകുന്നതാണ് 2 പാലങ്ങളും. പള്ളാത്തുരുത്തി ഔട്ട്പോസ്റ്റ് കൈനഗരി പാലത്തിന് 59.5 കോടിയും പുളിങ്കുന്ന് പാലത്തിന് 44.88 കോടിയും മുട്ടേൽ പാലത്തിന് 24.21 കോടിയും നീക്കിവച്ചു. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗുണഭോക്താക്കളായ പ്രദേശവാസികൾക്ക് പറയാനുണ്ട് ഏറെ. അവരുടെ വാക്കുകളിലേക്ക്. സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതി കുട്ടനാടിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന രൂപത്തിലാണ് അംഗീകരിക്കപ്പെട്ടുള്ളത്. AC റോഡ് പൂർണ്ണമായും ഉയർത്തി എലിവേറ്റഡ് ഹൈവേ ആയി മാറ്റപ്പെടുമ്പോൾ കുട്ടനാട്ടിലെ ഗതാഗത പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക കാലത്തും വർഷകാലത്തും ഗതാഗത പ്രശ്നത്തിൽ വളരെയേറെ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതാണ്. 640 കോടി രൂപയുടെ പദ്ധതിയാണ്. അതുപോലെ മറ്റ് നിരവധിയായുള്ള പദ്ധതികൾ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കുട്ടനാട് നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പടഹാരം പാലം, അതുപോലെ തട്ടാശ്ശേരി പാലം, അതുപോലെ കൈനേരി മുട്ടേൽ പാലം, അതുപോലെ തന്നെ പള്ളാത്തുരുത്തി ഔട്ട് പോസ്റ്റിൽ നിന്ന് കിഴക്കോട്ടുള്ള പാലം, അങ്ങനെ നിരവധിയായുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാട് താലൂക്ക് ആശുപത്രി വളരെയേറെ പരിമിതികളുടെ നടുവിലായിരുന്നു. ആ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി 1ാം ഘട്ടമായി 151 കോടി രൂപയുടെ പദ്ധതി കിഫ്ബി അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വികസനം കുട്ടനാടിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വളരെയേറെ പ്രയോജനകരമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിടങ്ങറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മികവിൻ്റെ കേന്ദ്രമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയിൽ 5 കോടി രൂപ അംഗീകരിച്ചതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നിപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അതിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള 2447 കോടി രൂപയുടെ 2ാം കുട്ടനാട് പാക്കേജ്
നമ്മുടെ കാർഷിക രംഗത്ത് വളരെയേറെ ഉണർവുണ്ടാകും. അതുപോലെ വികസന രംഗത്ത് വളരെയേറെ പ്രയോജനകരമായുള്ള പദ്ധതിയെ നടപ്പിലാക്കും. അതുപോലെ തന്നെ അംഗീകരിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക. കുട്ടനാട്ടിൽ വെള്ളം സർവത്ര ഇല്ല കുടിക്കാൻ ഒരു തുള്ളി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കുട്ടനാട് മണ്ഡലത്തിന് വേണ്ടി മാത്രമായി പ്രത്യേകമായിട്ട് ശുദ്ധീകരണശാല നീരേറ്റുപുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. ആ നീരേറ്റുപുറം ശുദ്ധീകരണശാലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് അഡീഷണലായിട്ടുള്ള ഈ ശുദ്ധീകരണശാല നിർമ്മിക്കാനുള്ള പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ മേഖലയിലും കുട്ടനാട് താലൂക്കിൻ്റെ എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമുള്ള പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. അതിന് 291 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അഡീഷണലായി ടാങ്ക് വേണ്ട പഞ്ചായത്തിൽ അഡീഷണലായി ടാങ്ക് ഉണ്ടാക്കാനും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ പൂർണ്ണമായി സ്ഥാപിക്കാനും അതിലൂടെ കുട്ടനാട്ടിലെ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യമുള്ള ശുദ്ധജലം എത്തിക്കാനും വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതിയാണ് അതിലൂടെ അംഗീകരിക്കപ്പെടുന്നത്. കുട്ടനാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 6 മാസം വെള്ളവും 6 മാസവും കരയുമായി ജീവിക്കുന്ന വെള്ളവും ഒക്കെയായിട്ട് ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ സ്ഥലമാണ് കുട്ടനാട്. ഇന്ന് ഭരിക്കുന്ന സർക്കാർ നമുക്ക് വളരെ നല്ല പ്രോജക്റ്റുകൾ ഇന്ന് നമുക്ക് വിഭാവനം ചെയ്ത് കുട്ടനാടിനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കിഫ്ബി സംഘടന വഴി വലിയൊരു പ്രോജക്റ്റ് ഇന്നിവിടെ നടപ്പാക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. ഇതുപോലുള്ള മികച്ച പ്രവർത്തനങ്ങൾ ഇനിയും സർക്കാർ നമുക്ക് തരട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ ഭരണതലത്തിൽ മനസ്സിലാക്കട്ടെ. ഞങ്ങളുടെ പ്രിയങ്കനായ MLA അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നമ്മളെ വേർപെട്ടു പോയി. കുട്ടനാട്ടിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നായിരുന്നു കുടിവെള്ളം. അതിന് നീരേറ്റുപുറത്തൊരു പ്ലാന്റ് ആരംഭിച്ചു. തുടർന്ന് ഈ 2018 പ്രളയത്തിന് ശേഷം ആകപ്പാടെ തകർന്നു പോയ കുട്ടനാട് അത് കൈപിടിച്ചുയർത്താനായിട്ട് അദ്ദേഹം കാണിച്ച ഒരു ശ്രമം, ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ചെയ്തൊരു ശ്രമം, അതിൻ്റെ ഫലമായി LDF സർക്കാർ കുട്ടനാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ മുഴുവൻ റോഡുകളും 90% റോഡുകളും ഇത് നന്നാക്കിയിട്ടുണ്ട്. കൂടാതെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എലിവേറ്റഡ് റോഡ്, AC റോഡ് പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു. കുട്ടനാട്ടിൽ തന്നെ 2 ഹൈസ്കൂളുകൾ കൊടുപ്പിനെയും കിടങ്ങറയും അത് ഹൈടെക് ആക്കാനുള്ള ശ്രമം നടത്തി. ഒപ്പം കുട്ടനാട്ടിലെ കർഷകരുടെ ദീർഘനാളത്തെ, അതായത് ഓരോ വർഷവും ഉണ്ടാകുന്ന പ്രളയകാലത്ത് അനുഭവിക്കുന്ന ആ കർഷകർ അനുഭവിക്കുന്ന മനോവേദനയ്ക്ക് ഇത്തവണ ഒരു പരിഹാരമായിരിക്കുകയാണ്. അതും 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2447 കോടി രൂപയാണ് കുട്ടനാടിൻ്റെ പുനർനിർമ്മാണത്തിനായിട്ട് 2ാം പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുവഴി കുട്ടനാട്ടിലെ കൃഷിക്ക്, മത്സ്യബന്ധനത്തിന്, കുടിവെള്ളത്തിൻ്റെ മറ്റ് ഗ്രാസ് റൂട്ട് ലെവലിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതായത് ഓരോ ടൈൽ എൻഡ് വരെയും വെള്ളം എത്തിക്കുന്നുള്ള പദ്ധതികൾ എല്ലാം LDF സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്. മൊത്തത്തിൽ ഞാൻ പറയുമ്പോൾ ഈ LDF സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ മാറി ഭരിച്ച ഗവൺമെൻറ്റുകളെ അപേക്ഷിച്ചിട്ട് ഈ കഴിഞ്ഞ 5 വർഷക്കാലം കുട്ടനാടിനെ മാറ്റിമറിക്കാൻ, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടനാടിനെ പുതിയൊരു കുട്ടനാടാക്കി സൃഷ്ടിക്കാനെടുക്കുന്ന ഈ ഒരു വലിയ കർമ്മ പദ്ധതി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും, എല്ലാവർക്കും, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അറിയാം. ഈ കുട്ടനാടിൻ്റെ ഒരു പുനർജന്മത്തിന് വേണ്ടി, അല്ലെങ്കിൽ കുട്ടനാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിക്കാണ് LDF സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. 2018 പ്രളയവും തൊട്ടടുത്ത വർഷം എത്തിയ കനത്ത വെള്ളപ്പൊക്കവും തകർത്തെറിഞ്ഞ കുട്ടനാട് മണ്ഡലത്തിന് വികസനത്തിന്റെ പുതിയ മുഖം നൽകാനാണ് കിഫ്ബി വഴി ശ്രദ്ധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടനാടുകാരുടെ തീരാപ്രതിസന്ധിയായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനുള്ള പദ്ധതി. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ പല വികസന പ്രവർത്തനങ്ങളും കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. കുട്ടനാട് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി വരുത്തിയ മാറ്റം എടുത്തു തന്നെ പറയണം. ആലപ്പുഴ ജില്ലയിൽ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കിയ കിഫ്ബി ഇതിനകം തന്നെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞുവെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് 2 മണ്ഡലങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.